പി ആൻഡ് ജെ ഫിനിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ ഇടയ്ക്ക് വെച്ചൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. ആ യാത്ര മൈസൂർ പാലസ് ആയിരുന്നു പോയത്. അത് നിങ്ങളെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ചേട്ടൻ്റെ കൂടെ ഞാൻ പോയ എല്ലാ സ്ഥലങ്ങളും എനിക്ക് എൻ്റെ ചേട്ടൻ്റെ കൂടെ പോകണം എന്നുള്ളത്. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് പോയതാണ് ഞങ്ങൾ മൈസൂർ പാലസിൽ. അപ്പോൾ അത് ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഫോണിൽ കാണുന്നത് പോലെയല്ല, നമ്മൾ ഇവിടെയൊക്കെ പോയിട്ടൊന്ന് കാണുമ്പോഴേ അത് എന്താ പറയുക, ഒരു സ്വപ്ന ലോകത്തൊക്കെ എത്തിയതിൻ്റെ ഒരു ഇതാണ്. തിരക്കുകളും അവിടെയുള്ള ഓരോ കാര്യങ്ങളും, പിന്നെ ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ എല്ലാം ഇത് കണ്ട എന്താ പറയുക, ഇതൊരു ബംഗ്ലാവാണ്. ആ ഒരു സമയത്തെല്ലാം എടുത്തതിൻ്റെ ആ ഒരു എന്താ പറയുക, രാജാവ് ജീവിച്ചൊരു സ്ഥലത്ത് അല്ലേ നമ്മളവിടെ എത്തുക, അവിടെ ഇതൊക്കെ കാണുക എന്നെല്ലാം പറയുമ്പോൾ ഒരു രസമല്ലേ ശരിക്കും. ഞാൻ കുറേ പ്രാവശ്യം പോയിട്ട് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇവിടെ പോകാനേ. പിന്നെ അത് പോയി കുറേ പ്രാവശ്യം എനിക്ക് ഓരോ കിലോയായിട്ട് പോകേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ ആ സമയത്ത് ഇപ്പോൾ അത്ര വലിയ ഇതില്ല. പക്ഷേ എന്നാലും ഞാൻ അന്ന് പോകുന്നതിനേക്കാളും സന്തോഷമുണ്ട് എനിക്ക് ചേട്ടൻ്റെ കൂടെ അവിടെ പോയി ഇതെല്ലാം കാണുമ്പോഴേ. ചേട്ടനോട് ഇങ്ങനെ ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ ഓരോന്നായി ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴേ, ഇതൊക്കെ അവരുടെ എന്താ പറയുക, സ്വർണ്ണോട്ട് വെച്ച പെട്ടിയാണോ എന്തോ എനിക്കറിയില്ല കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ ഞാൻ വെറുതെ എടുത്തു. എനിക്കെല്ലാ കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്നാൽ ഇതൊക്കെ കണ്ടു, ഇതൊക്കെ എടുത്തു, ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴേ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു മനസ്സിൻ്റെ ഉള്ളിൽ. പക്ഷേ അപ്പം തന്നെ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്നറിയോ, ഞാനും ചേട്ടനും മാത്രമേ പോയുള്ളൂ. അച്ഛനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അച്ഛന് ഇത്ര ദൂരം, നമ്മൾ ബസ്സിലാണ് പോയത്, അതുകൊണ്ട് തന്നെ അച്ഛന് ഇത്ര ദൂരം എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. അച്ഛന് ഭയങ്കര ക്ഷീണമാവും. അച്ഛന് ഇച്ചിരി പ്രായമൊക്കെ ആയതല്ലേ, അപ്പോൾ അച്ഛനെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ മാത്രമേ പോയുള്ളൂ. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് കേട്ടോ. എപ്പോഴെങ്കിലും ഞാൻ ഇതേപോലെ തന്നെ അച്ഛനെ ഒന്ന് കൊണ്ടുപോകണം എന്നെൻ്റെ മനസ്സിലുണ്ട്. എന്നെങ്കിലും പറ്റുവാണെങ്കിൽ ഞാൻ അച്ഛനെയും കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ നമ്മൾ പോയി ഇതൊക്കെ കണ്ട രാജാവിനെയൊക്കെ കണ്ട നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇതൊക്കെ കാണുമ്പോഴൊരു വല്ലാത്ത ഭംഗിയാണ്. ഇതിൻ്റെ ആ പണിയൊക്കെ കണ്ട എന്തൊരു രസമാണെന്നറിയോ ശരിക്ക്. വല്ലാത്തൊരു ഭംഗിയാണ് നമ്മൾ നേരിട്ടൊക്കെ ഇതൊക്കെ കാണുമ്പോൾ. പോയിട്ടൊരു 3-4 ദിവസം നമ്മളവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ഭാഗം നമ്മൾ കറങ്ങിയിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ. നിറയെ ആളായിരുന്നു കേട്ടോ. നമ്മൾ പോയ സമയത്ത് നമുക്ക് മൊത്തം ഒന്നും കാണാൻ പറ്റിയില്ല. ഇതിന് കാര്യമായിട്ട് ഒരു റൂമുണ്ട്, ആ റൂമൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ കുറേ റൂം ഇവിടെ അടച്ചിട്ടിട്ടുണ്ട് കേട്ടോ. കുറേ റൂം ആദ്യമേ അടച്ചിട്ടേക്കുമായിരുന്നു. പിന്നെ ഒരു റൂം കാര്യമായിട്ടുണ്ട് അവിടെ, സ്വർണത്തിൻ്റെ കയ്യിലുള്ള അങ്ങനെ ഒരു റൂമുണ്ട്. അപ്പോൾ അതുള്ള സമയത്തൊന്നും അവർ പണ്ടൊന്നും വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല നമ്മൾ പോകുന്ന സമയത്തൊന്നും. ഇപ്പം എനിക്കറിയില്ല, അവർ വീഡിയോ ഒക്കെ എടുക്കാൻ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്നിട്ട് എനിക്ക് പേടിയുണ്ട്. ഇപ്പം എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ ഞാനും എടുത്തു കുറച്ച് ഭാഗങ്ങൾ കേട്ടോ. അത്രയും ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇട്ടുള്ളൂ. സ്റ്റെപ്പൊക്കെ കണ്ട എന്തൊരു ഭംഗിയാണെന്നറിയോ, നല്ല രസമാണ് കാണാനായിട്ട്. ഇത് ഇതെന്താ പറയുക, ആനപ്പട്ടം അല്ലേ, നെറ്റിപ്പട്ടം. അയ്യോ ആനപ്പട്ടല്ല, നെറ്റിപ്പട്ടം. ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നിങ്ങളെ കാണിച്ചുള്ളൂ കേട്ടോ. ഒരുപാട് നിങ്ങൾക്ക് കണ്ട് ബോറടിക്കണ്ടേ. ഇപ്പം പിന്നെ എല്ലാം കാണാനായിട്ടൊക്കെ പറ്റുമല്ലോ. എന്നാലും ഞാൻ കണ്ടത് എനിക്കൊന്ന് നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഇട്ടേക്കുന്നത് കേട്ടോ. എല്ലാവരും കാണണം, എല്ലാവരും പോവണം കേട്ടോ. ഇവിടെ ഒന്ന് പോയി കാണണം. നല്ല രസമാണിത്, നല്ല ഭംഗിയാണ്. നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല, അവിടെ പോയ ഒരു പ്രത്യേക ഭംഗിയാണ്. എല്ലാവരും കാണണം.